ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന കേക്കാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുന്നേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഏതൊരു കേക്കിനെയും സ്പഞ്ച് ചെയ്തെടുക്കുമ്പോഴും ഫസ്റ്റ് നമ്മൾ ചെയ്ത് വെക്കേണ്ടത് മോൾഡിൽ ബട്ടർ പേപ്പർ ഒട്ടിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രെഡ് മോൾഡാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്വയറോ അല്ലെങ്കിൽ റൗണ്ടോ കേക്ക് ടിൻ എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഈ മോൾഡിലേക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ആക്കി കൊടുക്കണേ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ബട്ടർ പേപ്പർ ഒട്ടിച്ച് കൊടുക്കണം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്, എന്നാലും ഞാനൊന്ന് പറഞ്ഞാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മീതിയിലേക്കും കുറച്ച് ബട്ടറാക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തട്ടി മാറ്റി വയ്ക്കണേ. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. കേക്കിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് 250 ml ഒരു കപ്പും 125 ml ഒരു കപ്പും, അതായത് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ സിന്നമൺ പൗഡർ അഥവാ കറുവാപ്പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. കൂടെ ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർക്കാം, പക്ഷെ ഞാനിവിടെ ചേർക്കുന്നില്ല, കാരണം ഞാൻ പിന്നീട് പറയാം. എന്നിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു 1/4 കപ്പോളം കാഷ്നട്ട് ചെറുതായി കട്ട് ചെയ്തത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത്രയും മതി. ഇനി ഇതും കൂടി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി മാഷ് ചെയ്ത ബനാന 1/2 കപ്പോളം നമുക്ക് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് 3 ചെറിയ സൈസിലുള്ള റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. ഇനി വലിയ റോബസ്റ്റ പഴമാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുത്താൽ മതിയാവും. ഇനി ഈ ബനാനയെല്ലാം ഒരു ഫോർക്ക് വെച്ചിട്ട് മാഷ് ചെയ്തെടുക്കാം. ബനാന എല്ലാം മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു 1.25 കപ്പോളം പൗഡർഡ് ഷുഗർ എടുത്തിട്ടുണ്ട്. മധുരം കൂടുതൽ കേക്കിന് ആവശ്യമാണെന്നുണ്ടെങ്കിൽ 1.5 കപ്പോളം എടുക്കാം. ഇനി നമുക്ക് കേക്ക് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 200 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 100 ഗ്രാം സോൾട്ടഡും 100 ഗ്രാം അൺസോൾട്ടഡും ആയിട്ടുള്ള ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നേരത്തെ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചപ്പോൾ ഞാൻ സോൾട്ട് വേണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇതുകൊണ്ടാണ് കേട്ടോ. സോൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ ചേർക്കുന്നതുകൊണ്ടാണ് നേരത്തെ ഞാൻ സോൾട്ട് വേണ്ടെന്ന് പറഞ്ഞത്. ഇനി ഈ ബട്ടർ ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ബട്ടർ നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൗഡർ ഷുഗർ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടറും ഷുഗർ പൗഡറും നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 4 മുട്ട ആവശ്യമാണ്. ഇതിലേക്ക് ഓരോ മുട്ട ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ലാസ്റ്റ് മുട്ട ഇട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടി ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും ബട്ടറും എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സായി വരുന്നത് വരെയും ബീറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ഇട്ട് കൊടുത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഉണ്ടല്ലോ, ആ രീതിയിലൊന്ന് ചെയ്തെടുക്കാം. ഇനി ഹാൻഡ് ബീറ്ററൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. കുറച്ച് ടൈം എടുത്തുകൊണ്ട് പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന കാഷ്നട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബനാന കേക്കിന് വേണ്ടിയിട്ടുള്ള കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഇനി കേക്ക് ബാറ്ററിലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഒരു OTG അവനിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 40 to 45 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. എനിക്കൊരു 50 മിനിറ്റ്സ് എടുത്തിട്ടോ കേക്ക് ഒന്ന് ബേക്കായി വരാനായിട്ട്. ഒരു സ്ക്യൂർ വെച്ചിട്ട് സെൻറ്ററിലൊന്ന് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയിട്ട് ക്ലീനായി വരാമെന്നുണ്ടെങ്കിൽ കേക്ക് ബേക്കായി എന്നാണ് അർത്ഥം. ഒരു 10 മിനിറ്റ്സ് ചൂടാറാൻ വെച്ചിട്ട് നമുക്ക് ഈ കേക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. വളരെ ശ്രദ്ധിച്ച് വേണം കേട്ടോ കേക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട്. പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ കേക്ക് ചിലപ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഇനി ബട്ടർ പേപ്പർ ഒന്ന് പതുക്കെ മാറ്റി കൊടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത്. വൈകിട്ടത്തെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയതുമായിട്ടുള്ള ഒരു കേക്കും കൂടിയാണിത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബനാന കേക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. സ്നേഹത്തോടെ നീതു. ബായ്.